നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച്. കേരള പോലീസ് ഇന്ന് ഗുണ്ടായിസത്തിന്റെ പട്ടികയിൽ ഒന്നാമതെന്ന് ബി.ജെ.പി. സംസ്ഥാന ട്രഷറർ ഇ. കൃഷ്ണദാസ്. ഒറ്റപ്പാലം നഗരസഭയുടെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായി കുടിവെള്ളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് കൗൺസിലർമാർ. കൗൺസിൽ യോഗത്തിലായിരുന്നു പ്രതിഷേധം. പ്രശ്നങ്ങളെ ജല അതോറിറ്റി ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് ആക്ഷേപം. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിൽ ജനവാസ മേഖലയിൽ കാട്ടാന ചെരിഞ്ഞ സംഭവം വൈദ്യുതാഘാതമാണ് ആന ചെരിയാൻ ഇടയാക്കിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണം പുരോഗമിക്കുന്നു. കൽപ്പക ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെ റബ്ബറൈസിംഗ് തുടങ്ങി. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം തുടരും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സഹായഹസ്തവുമായി പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ. ഗോൾഡൻ ജൂബിലി മെഗാ ഷോയിലൂടെ ലഭിച്ച തുക വയനാട് ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. 14 കുട്ടികൾക്കാണ് തുക നൽകുക. വാർത്തകളിലേക്ക് വിശദമായി. കേരളത്തിൽ നടക്കുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഷൊർണൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി ബി.ജെ.പി. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ തുടരെ നടക്കുന്ന പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രതിഷേധ പരിപാടി ബി.ജെ.പി. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഗുണ്ടകളാണെന്നും മുഖ്യമന്ത്രി ഇത്തരം പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സേനയെന്ന് CPM അവകാശപ്പെടുന്ന പോലീസ് ഇന്ന് ഗുണ്ടായിസത്തിന്റെ പട്ടികയിൽ ഒന്നാമതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള പോലീസ് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് ഫോഴ്സുകളിൽ ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരള പോലീസ്. എന്നാൽ സത്യമെന്താ, സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒന്നാം നമ്പർ സർക്കാർ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കഴിഞ്ഞ 9 വർഷത്തിൽ ഏതാണ്ട് 16 പേരാണ് പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഒന്നും രണ്ടുമല്ല, പുരുഷന്മാർ മാത്രമല്ല ഇവരുടെ പീഡനം ഏറ്റുവാങ്ങുന്നത്. സ്ത്രീകളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പ്രതികളാക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഈ 10 വർഷത്തിൽ മരണപ്പെട്ടവരുടെ പട്ടിക നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. പരിപാടിയിൽ ബി.ജെ.പി. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പി. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ പ്രസിഡന്റുമായ കെ.എം. ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. നേതാക്കളായ മനോജ്, പൂക്കാട്ടിരി ബാബു, കെ.വി. ജയൻ, എം.ടി. സതീഷ് കുമാർ, ഇ.പി. നന്ദകുമാർ, എൻ. മണികണ്ഠൻ, കെ. പ്രസാദ്, പി. രജിത, സി.എസ്. ദാസ്, സത്യഭാമ, കെ.എം. ഷാജി, കെ.വി. വരുൺ പ്രസാദ്, ഇ.വി. മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയുടെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായി കുടിവെള്ളം മുടങ്ങുന്നതിനെതിരെ കൗൺസിലർമാരുടെ പ്രതിഷേധം. സൗത്ത് പനമണ്ണ, വരോട്, തോട്ടക്കര, കണ്ണിയമ്പുറം തുടങ്ങി വിവിധ മേഖലകളിൽ സ്ഥിരമായി കുടിവെള്ളം മുടങ്ങുന്നുവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ ആരോപിച്ചു. ജല അതോറിറ്റിയുടെ കൃത്യമായ ഇടപെടലില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സൗത്ത് പനമണ്ണ ഭാഗത്ത് 6 ദിവസം കൂടുമ്പോഴാണ് വെള്ളമെത്തുന്നതെന്നാണ് പരാതി. വരോട്, തോട്ടക്കര ഭാഗത്തും സമാനമായ പ്രശ്നമുണ്ട്. കഴിഞ്ഞ വർഷം അമൃത് പദ്ധതി നടപ്പാക്കിയപ്പോൾ 2000 പേർക്ക് കുടിവെള്ള കണക്ഷൻ നൽകാനായെങ്കിലും ഇവർക്കെല്ലാം വെള്ളം എത്തിക്കേണ്ട സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് പരാതി. ഇത്രയും പേർക്ക് വെള്ളം നൽകാനാവശ്യമായ സംഭരണി, മോട്ടോർ സംവിധാനങ്ങൾ, വീതി കൂടിയ വിതരണ ശൃംഖലകൾ എന്നിവ സ്ഥാപിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇത് ജലവിതരണത്തെ ബാധിച്ചു. പ്രശ്നങ്ങളെ ജല അതോറിറ്റി ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് കൗൺസിലർമാർ ആരോപിച്ചു.
കണിയമ്പുറം കിള്ളിക്കാവ് ഭാഗത്ത് 10 ദിവസത്തോളം കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യമുണ്ടെന്നും പലതവണ പറഞ്ഞു മടുത്തുവെന്നും ആരോപണമുയർന്നു. ജല അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കൗൺസിൽ യോഗത്തിലേക്ക് അടുത്ത ആഴ്ച തന്നെ വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ നേരിട്ട് ചർച്ച ചെയ്യാമെന്നും പരിഹാരം കാണാമെന്നും ചെയർപേഴ്സൺ കെ ജാനകി ദേവി അറിയിച്ചു. ഇതിനുശേഷമാണ് കൗൺസിൽ യോഗത്തിൽ അജണ്ട പരിഗണിച്ചത്. വൈദ്യുതി വേലി പോലുള്ളവയിൽ നിന്നുമേറ്റ വൈദ്യുതാഘാതമാണ് കച്ചേരിപ്പറമ്പിൽ ആന ചെരിയാൻ ഇടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് വനം വകുപ്പ് അധികൃതർ. വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായും വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് കുന്നശ്ശേരി ജനവാസ മേഖലയോട് ചേർന്ന് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. കച്ചേരിപ്പറമ്പ് കുന്നശ്ശേരിയിൽ ഞായറാഴ്ച രാവിലെ 6 മണിയോടെയാണ് 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാനയെ കവുങ്ങിൻതോപ്പിൽ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. പ്രത്യക്ഷത്തിൽ ദേഹത്ത് പരിക്കുകളോ മറ്റു പാടുകളോ ഉണ്ടായിരുന്നില്ല. വൈകിട്ട് 5:30യോടെ പ്രദേശവാസികളുടെ സഹായത്തോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി ജഡം മുളകുവെള്ളം ഭാഗത്തേക്ക് എത്തിച്ചു. ഇവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വൈദ്യുതി കമ്പി പോലുള്ളവയിൽ നിന്നും ഏറ്റ വൈദ്യുതാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മറ്റ് പരിക്കുകൾ ഇല്ലെന്നാണ് ലഭിക്കുന്ന വിവരം. മുളകുവെള്ളം ഭാഗത്ത് ജഡം സംസ്കരിച്ചു. ആന ചെരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതായി വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും ചാടിയിറങ്ങിയ യുവതിക്ക് പ്ലാറ്റ്ഫോമിൽ വീണ് പരിക്കേറ്റു. 26-കാരിയായ യുവതിക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവമുണ്ടായത്. സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയത് യുവതി അറിഞ്ഞില്ല. ട്രെയിൻ എടുത്ത ശേഷം പ്ലാറ്റ്ഫോമിലേക്ക് ചാടി ഇറങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തലയിടിച്ചാണ് പ്ലാറ്റ്ഫോമിൽ വീണത്. അബോധാവസ്ഥയിൽ ആയ യുവതിയെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാംഗ്ലൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. യുവതിയുടെ അമ്മ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയാണ്. അമ്മയുടെ അടുത്തേക്ക് വരുന്നതിനിടെയാണ് അപകടം. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തികൾ തുടങ്ങി. മേലെ പട്ടാമ്പി ചെർപ്പളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചൊവ്വാഴ്ച രാത്രി വരെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണമാണ് ഇപ്പോൾ ടൗണിലേക്ക് കടന്നിരിക്കുന്നത്. മേലെ പട്ടാമ്പി ചെർപ്പളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. റബ്ബറൈസിംഗിന്റെ ഭാഗമായി ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ടൗണിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ നിയന്ത്രണം തുടരും. ഇനി പട്ടാമ്പി ടൗണിന്റെ ഹൃദയഭാഗത്തേക്കാണ് റോഡ് നവീകരണം എത്തുന്നത്. മേലെ പട്ടാമ്പിയിലെ റബ്ബറൈസിംഗ് പൂർത്തിയാവുന്നതോടെ ഏറെക്കാലമായി ഇവിടെ നേരിട്ട ദുരിതയാത്രയ്ക്ക് പരിഹാരമാകും. റോഡ് നവീകരണത്തിന്റെ പേരിൽ പട്ടാമ്പിയിൽ പോലീസ് ഏർപ്പെടുത്തിയ അനാവശ്യമായ നിയന്ത്രണം പ്രതിഷേധത്തിന് ഇടവരുത്തി. മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിന് സമീപത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് പകരം മേലെ പട്ടാമ്പി സിഗ്നലിൽ തന്നെ ചെറുവാഹനങ്ങൾക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയത്. ഒടുവിൽ പോലീസ് തീരുമാനം മാറ്റുകയും ചെയ്തു. മേലെ പട്ടാമ്പി ചെർപ്പളശ്ശേരി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയാണ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തികൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. എന്നാൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലായിരുന്നു. സിഗ്നൽ ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെ നിരവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ബാങ്കുകൾ, ലബോറട്ടറികൾ ഉൾപ്പെടെയുള്ളവ ഇതിൽ ഉൾപ്പെടും. ഇവിടേക്കുള്ള ആളുകൾക്ക് പോലും എത്താൻ സാധിക്കാത്ത തരത്തിലായിരുന്നു പോലീസ് മേലെ പട്ടാമ്പിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബൈക്ക് യാത്രക്കാരെ പോലും കടത്തിവിട്ടില്ല. ഇതാണ് പ്രതിഷേധത്തിന് ഇടവരുത്തിയത്. കുട്ടികളും ബാങ്കിലേക്ക് എത്തിയവരും പൊരിവെയിലത്ത് നടന്നു വലഞ്ഞു. യാതൊരു തടസ്സവുമില്ലാതെ അലക്സ് തിയേറ്റർ വരെ ചെറുവാഹനങ്ങൾ വരാമെന്നിരിക്കെയാണ് യാത്രക്കാരെ കടത്തിവിടാതെ പോലീസ് കർക്കശമായ നിലപാട് സ്വീകരിച്ചത്. വിഷയത്തിൽ വ്യാപാരികളും ഇടപെട്ടു. തുടർന്ന് പോലീസുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നിയന്ത്രണം അലക്സ് തിയേറ്ററിൻ്റെ അവിടേക്ക് മാറ്റിയത്. ഉച്ചയോടെയായിരുന്നു ഈ നിലപാട് പോലീസ് സ്വീകരിച്ചത്. അനാവശ്യമായ നിയന്ത്രണങ്ങളാണ് നാട്ടുകാരെ വലച്ചത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരിയിൽ KSEB ട്രാൻസ്ഫോമറുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി മന്ത്രിക്കും KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച മണികണ്ഠന്റെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ചെർപ്പളശ്ശേരി AKG റോഡിൽ കഴിഞ്ഞ ദിവസം യുവാവ് ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചെർപ്പളശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ട്രാൻസ്ഫോമറുകളുടെ സുരക്ഷ KSEB ഉറപ്പുവരുത്തണമെന്നും
നിലവിലെ KCB അനാസ്ഥയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും KCB ചെർപ്പശ്ശേരി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും പരാതി നൽകിയത്. ട്രാൻസ്ഫോമറിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച കാർലമണ്ണ സ്വദേശി മണികണ്ഠന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്നും നീതി ഉറപ്പാക്കണമെന്നും പരാതിയിലുണ്ട്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മുടിക്കുന്നൻ, ശിഹാബ് മുളഞ്ഞൂർ, പ്രജിത്ത് തുടങ്ങിയവരും പരാതി നൽകാനെത്തി. ചെർപ്പുളശ്ശേരി KCBയുടെ കീഴിലുള്ള ട്രാൻസ്ഫോമറുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി അവർകളെ കാണുകയും ഈ മണികണ്ഠൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള നിവേദനവും അതുപോലെ മറ്റു ട്രാൻസ്ഫോമറുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുള്ള നിവേദനവും കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ചെർപ്പുളശ്ശേരി KCB AEക്കും അതേ പരാതി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം കാറൽമണ്ണ മേഖലയിൽ തന്നെ, എൻ്റെ മേഖലയായ കാറൽമണ്ണയിൽ തന്നെ 7ഓളം ട്രാൻസ്ഫോമറുകൾ ഇതേ ഭീഷണിയിലാണ് നിലകൊള്ളുന്നത്. അതുകൂടി അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ മണികണ്ഠൻ്റെ കുടുംബത്തിന് കഴിയുന്ന സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടും ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടും മന്ത്രിയുമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ പരാതി ഇവിടെയും നൽകിയിട്ടുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സഹായഹസ്തവുമായി പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ. ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച മെഗാ ഷോയിലൂടെ ലഭിച്ച തുക വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയെ ഏൽപ്പിച്ചു. ദുരന്തത്തിൽ പിതാവോ മാതാവോ മരണപ്പെട്ട 14 കുട്ടികൾക്കും പ്രസന്റേഷൻ സ്കൂൾ ധനസഹായം നൽകും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിതാവും മാതാവും നഷ്ടപ്പെട്ട 6 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ സഹായിക്കാൻ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ ജാസി ഗിഫ്റ്റ് ഷോ സംഘടിപ്പിച്ച് സമാഹരിച്ച തുക വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീക്ക് കൈമാറി. സ്കൂൾ പ്രിൻസിപ്പൽ ജസ്മി തോമസ്, PTA പ്രസിഡന്റ് അമൃത സന്തോഷ് എന്നിവർ ചേർന്ന് തുക ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. വയനാട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കാർത്തിക, സ്കൂൾ പ്രധാനാധ്യാപിക പ്രിൻസി ജോസ്, PTA വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ്, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP രജീഷ് ബാബു, സത്താർ ആനമങ്ങാട് എന്നിവർ പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മേഘശ്രീയാണ്, വയനാട് ജില്ലാ കളക്ടർ സംസാരിക്കുന്നതും. അപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് വലിയൊരു ദുരന്തം വയനാട്ടിലുണ്ടായിരുന്നു. ചുരൽമല മുണ്ടക്കൈയിലെ കുറേ ആൾക്കാരും നമുക്ക് നഷ്ടം ഉണ്ടായി. അതുപോലെ തന്നെ കുറേ കുട്ടികളും ഇതിലെ മാതാപിതാക്കളും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതുപോലെയുള്ള കുട്ടികൾക്കും സഹായം കുറേ ആൾക്കാരും നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലെ പ്രസൻറ്റേഷൻ സ്കൂൾ കൂടി അവർക്കും നമ്മുടെ കുട്ടികൾക്കായിട്ട് സഹായം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഈസ് കംപ്ലീറ്റിംഗ് 50 years. അപ്പോൾ ഈ അവസരത്തിലെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ദുരന്തത്തിൽ ബന്ധുക്കൾ മരണപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നതിന് മലപ്പുറം കളക്ടറേറ്റ് സീനിയർ ക്ലർക്കായ KP രജീഷ് ബാബു സഹായിച്ചു. വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കാർത്തികയുടെ നേതൃത്വത്തിലാണ് 6 കുട്ടികളെയും കണ്ടെത്തിയത്. നമസ്കാരം, ഞാൻ കാർത്തിക, വയനാട് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ. 2024 കേരളത്തെ മൊത്തം നടുക്കിയ ഒരു വലിയ ദുരന്തം, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടാവുകയാണ്. അതിൽ നമുക്ക് 6ഓളം കുട്ടികൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൈകൾ കോർത്തു പിടിക്കാനായിട്ടാണ് പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. 50-ാം വർഷം പൂർത്തീകരിച്ച വിദ്യാലയം സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു വലിയ പാഠം കൂടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഈ അവസരം ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ സ്കൂളിനുള്ള എല്ലാവിധ അനുമോദനവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വയനാട് ജില്ലാ കളക്ടറെ ഏൽപ്പിച്ച തുക ഈ കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഓരോ കുട്ടിയുടെയും പേരിൽ 500,000 രൂപ വീതമാണ് നൽകിയത്. 18 വയസ്സ് തികയുന്നതോടെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിനും മറ്റുമായി ഈ പണം പിൻവലിക്കാം. ചൂരൽമലയിൽ ദുരന്തമനുഭവിച്ച 50 കുട്ടികളെ ജൂബിലിയുടെ 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന ജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉള്ള സംഭാവന കളക്ടറിന് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എല്ലാവർക്കും നന്ദി പറയാനും ഇതോടൊപ്പം സഹകരിച്ച അലൂമിനിക്കും അതുപോലെ തന്നെയുള്ള എല്ലാ പെരിന്തൽമണ്ണ നാട്ടുകാർക്കും PTA എല്ലാവർക്കും പ്രസൻറ്റേഷൻ മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പൽ എന്ന നിലയിൽ എൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി. നമ്മുടെ വയനാട്ടിലെ ചൂരൽമലയിൽ നമുക്കെല്ലാവർക്കും അറിയാത്ത പ്രകൃതി ദുരന്തം അനുഭവിച്ചിരുന്ന ആ ഫാമിലീസിൽ ഒറ്റപ്പെട്ടു പോയ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ മാനേജ്മെൻറ്റും PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ പാരൻസും അലൂമിനി അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്കൊരു സഹായം നമ്മൾ നൽകുകയാണ്. അവരുടെ എഡ്യൂക്കേഷനുള്ള ഹെൽപ്പ്
അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മുടെ കളക്ടർക്ക് നമ്മൾ ആ ഒരു ഹെൽപ്പ് നൽകുവാൻ വേണ്ടി ഇവിടെ ഞങ്ങളെല്ലാവരും കളക്ടറേറ്റിൽ വന്നിരിക്കുകയാണ്. ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ വയനാട്ടിലെ ചൂരൽമലയിലെ ദുരന്തം അനുഭവിച്ച അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളെ അവരുടെ തുടർ പഠനം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്കൂൾ മാനേജ്മെൻറ്റിനോടൊപ്പം സ്കൂൾ PTA, പൂർവ്വ വിദ്യാർത്ഥികൾ, അങ്ങനെ ഞങ്ങളോട് കൂടെ സഹകരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കൂടാതെ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ ഒരു ജൂബിലി ഇയറിൽ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും കൂടെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. PTA പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിതാവോ മാതാവോ മരണപ്പെട്ട 14 കുട്ടികളുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ധനസമാഹരണം നടത്തി ലഭിക്കുന്ന തുക ഇവരുടെ പേരിലും പ്രസന്റേഷൻ സ്കൂൾ നിക്ഷേപിക്കും. ചെർപ്പളശ്ശേരി തൂതയിലും കീഴൂർ റോഡിലും പോലീസ് റൂട്ട് മാർച്ച്. അക്രമങ്ങളും ദുരന്തങ്ങളും ഉൾപ്പെടെ ഏത് സാഹചര്യവും നേരിടാൻ സേന സജ്ജമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു റൂട്ട് മാർച്ച്. ചെർപ്പളശ്ശേരി പോലീസും CRPF റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ചേർന്നാണ് റൂട്ട് മാർച്ച് നടത്തിയത്. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സേനകൾ സജ്ജരാണെന്നത് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായിരുന്നു റൂട്ട് മാർച്ച്. ചെർപ്പളശ്ശേരി സ്റ്റേഷൻ പരിധിയിൽ തൂതയിലും കീഴൂർ റോഡിലും മാർച്ച് നടന്നു. അക്രമവും നിയമലംഘനങ്ങളും തടയുന്നതിനും പ്രകൃതി ദുരന്ത സാഹചര്യങ്ങളിൽ സഹായത്തിനും സേന ജില്ലയിൽ ശക്തമായ ഇടപെടലുകൾക്ക് ഒരുങ്ങിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് ഇതിലൂടെ പൊതുജനങ്ങൾക്ക് കൈമാറുന്നത്. ചെർപ്പളശ്ശേരി SI V ജയൻ, CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് G കിരൺകുമാർ എന്നിവർ റൂട്ട് മാർച്ചിന് നേതൃത്വം നൽകി. മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് ലഹരി വർജന ബോധവൽക്കരണവും പ്രതിജ്ഞയും നടത്തി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശാന്ത ജയറാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സ്ഥാപക ദിനത്തിലാണ് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ലഹരി വർജന ബോധവൽക്കരണവും പ്രതിജ്ഞയും നടത്തിയത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശാന്ത ജയറാം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുന്നേ ഇതുവരെ ഉണ്ടായിട്ടുള്ള അഖിലേന്ത്യാ പ്രസിഡന്റ്, ആദ്യമായി ഫൗണ്ടേഷൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അവർ സൗജിത കൃപാലിനി UP-യിലെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു അവർ. അതിനുശേഷം 83-88 കാലഘട്ടത്തിൽ ആബിദ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ആദ്യത്തെ നമ്മുടെ പ്രസിഡന്റ്. ആ പ്രസിഡന്റോട് കൂടിയിട്ട് നമുക്ക് അഖിലേന്ത്യാ പ്രസിഡന്റ് ശേഷം 83-88 കാലഘട്ടത്തിൽ അവർ നമുക്ക് കാട്ടിത്തന്നിട്ടുള്ള ആ വഴികളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. ഒരുപാട് അഖിലേന്ത്യാ പ്രസിഡന്റുമാരും അതുപോലെ ഒരുപാട് ലീലാ ദാമോദരൻ മേനോൻ തുടങ്ങി വെച്ച സംസ്ഥാന പ്രസിഡന്റ് ലീലാ ദാമോദരൻ മേനോൻ തുടങ്ങി വെച്ചിട്ടുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനം ഇന്ന് GB മേക്കർ വരെ എത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. DCC ഭാരവാഹി ഫാത്തിമ അബ്ബാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ജഗദീഷ് ശങ്കർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ PP പാഞ്ചാലി, PP ഇന്ദിരാദേവി, VA റഹ്മത്ത്, സുജാത സ്വാമിനാഥൻ, S ശൈലജ, പ്രകാശിനി സുന്ദരൻ, ഉഷ പാലാട്ട്, പുഷ്പവല്ലി നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാരുണ്യസ്പർശം പദ്ധതിയുമായി വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ കീഴിൽ സ്റ്റുഡൻസ് പാലിയേറ്റീവ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വെട്ടത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് ചെയർമാൻ KT അബ്ദുറഹ്മാൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. മാറാവേദനകളും തീരാ ദുരിതങ്ങളുമായി ജീവിതത്തോട് മല്ലിടുന്ന സഹജീവികൾക്ക് സ്വാന്തനത്തിന്റെ കാരുണ്യസ്പർശവുമായാണ് വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന് കീഴിൽ സ്റ്റുഡൻസ് പാലിയേറ്റീവ് ക്ലബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സ്വാന്തന പരിചരണ രംഗത്തെ വിദ്യാർത്ഥികളുടെ പങ്ക് ഫലപ്രദമായി വിനിയോഗിക്കുക, സമൂഹത്തിലെ യാതനകൾ അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ കണ്ടെത്തി സഹായം എത്തിക്കുക, ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് പ്രവർത്തന ലക്ഷ്യം. വെട്ടത്തൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക് ചെയർമാൻ KD അബ്ദുറഹ്മാൻ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ അധ്യക്ഷനായി. എടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി VP റഹീസ്, വെട്ടത്തൂർ പാലിയേറ്റീവ് ക്ലിനിക് ഓഫീസ് സെക്രട്ടറി അബ്ദുൾ സത്താർ, പാലിയേറ്റീവ് ഹോം കെയർ വളണ്ടിയർമാരായ PT മുസ്തഫ, ലിഖിത സുരേഷ്, AK സന ഫാത്തിമ തുടങ്ങിയവർ പങ്കെടുത്തു. DYFI കടമ്പൊഴിപ്പുറം മേഖലാ സമ്മേളനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PM മാർഷോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കടമ്പഴിപ്പുറം ശ്രീലക്ഷ്മി ഓഡിറ്റോറിയത്തിലെ പുഷ്പൻ നഗറിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ തന്നെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഭരണഘടനാ പദവിയിൽ ഇരുത്തി സംഘപരിവാറിൻ്റെ നിലനിൽപ്പിനും മുന്നോട്ടുപോക്കിനും ആവശ്യമായ പൊളിറ്റിക്കൽ റൂളാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഉദ്ഘാടനം ചെയ്ത PM മാർഷോ പറഞ്ഞു.
ഭരണഘടനാപരമായി രാജ്യത്ത് നയിക്കേണ്ടുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ഇന്ധനം പകരുന്നതിൻ്റെ അപൂർവ അനുഭവം രാജ്യത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ വേളയിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കകത്ത് ഭരണഘടനാ നിർമ്മാതാക്കൾ ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർ രാജ്യഭരണഘടനയെ, ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിച്ചിരുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിന് മുൻപിലേക്ക് വെച്ച ജനാധിപത്യ കാഴ്ചപ്പാടിനെ, മതനിരപേക്ഷ ഉള്ളടക്കത്തെ, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിനെ, ഫെഡറൽ ആശയങ്ങളെ ഉൾപ്പെടെ ശത്രുപക്ഷത്ത് നിലനിർത്തിക്കൊണ്ടാണ് പോയ കാലത്ത് സംഘപരിവാർ രാജ്യത്ത് ഇടപെട്ടുകൊണ്ടിരുന്നത്. വി ഗോപകുമാർ, ജാഫർ അലി, സ്വപ്ന കൃഷ്ണ എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ മിനി, ബ്ലോക്ക് സെക്രട്ടറി AR അജിത് മോഹൻ, ബ്ലോക്ക് പ്രസിഡന്റ് കെ ഗോപി, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി S ബിനേഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VS ടെന്നിക്കുട്ടൻ, CPM ലോക്കൽ സെക്രട്ടറി C കൃഷ്ണൻകുട്ടി, ലോക്കൽ കമ്മിറ്റി അംഗം ഷാജി എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറിയായി S സൂരജിനെയും പ്രസിഡന്റായി വി ഗോപകുമാറിനെയും ട്രഷററായി വിഷ്ണുവിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു. പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സ്ഥിരം പമ്പിംഗ് ഏർപ്പെടുത്തണമെന്നും കടമ്പഴിപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. എരവിമംഗലത്തെ വയലോരമാണിപ്പോൾ പെരിന്തൽമണ്ണയുടെ ബ്യൂട്ടി സ്പോട്ട്. ഇവിടുത്തെ മനോഹാരിത ആസ്വദിക്കാനും വയലോരം ചായക്കടയിലെ വിഭവങ്ങൾ രുചിച്ചറിയാനും ദിവസവും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത്. ആൾക്കാരുണ്ട്, ഫാമിലിയായിട്ട് വന്നിരിക്കാനും സുഖമാണ്. മൈൻഡൊക്കെ ഇങ്ങനെ കാമാക്കി റിലാക്സ് ആക്കി ഒക്കെ വയ്ക്കാനായിട്ട് അടിപൊളി ഒരു സ്പോട്ടായിട്ട് തോന്നി. നല്ല കാണാൻ, പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനോ അതുപോലെ തന്നെ കാറ്റ് കൊള്ളുന്നതിനൊക്കെ പറ്റിയ വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. നല്ലൊരു സ്ഥലം ഇവിടെ ഒഴിഞ്ഞിരിക്കാൻ, മരമോ കാര്യമൊന്നുമില്ല, നല്ല മാനം നല്ല കാണുന്ന സ്ഥലം. ഇത് കാണാൻ വേണ്ടി ഇഷ്ടംപോലെ വരുന്നുണ്ട്. ആൾക്കാർക്ക് നല്ല സൗകര്യമായി. ഇപ്പോൾ രാത്രി വൈകുന്നേരത്ത് വന്നിരിക്കാനും എല്ലാറ്റിനും ഉള്ള സൗകര്യമാണ്. അപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ സൗകര്യം. ഈ അടുത്താണ് പെരിന്തൽമണ്ണ എരവിമംഗലത്തെ മനോഹരമായ ഈ സ്ഥലം ഏവരുടെയും മനസ്സിൽ ഇടം പിടിച്ചത്. ദിവസവും വൈകുന്നേരമായാൽ ഇവിടം സന്ദർശകരാൽ നിറയും. ശനി, ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. പരന്നുകിടക്കുന്ന വയലും പച്ചപ്പും ചെറിയ തോട്ടിലെ നീരൊഴുക്കും ഏവരെയും ആകർഷിക്കുന്നു. ഈ വയലിന് മധ്യത്തിലൂടെയുള്ള പാതയും ഇരുവശങ്ങളിലും വർണ്ണത്താൽ പൂശിയ ഇരുമ്പ് സംരക്ഷണ വേലിയുമെല്ലാം മനോഹര കാഴ്ചയാണ്. ആളുകൾക്ക് വിശ്രമിക്കുന്നതിന് ഇരിപ്പിടങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാം ചേർന്നൊരു സുന്ദരമായൊരു ഇടമാണ് വയലോരമെന്ന് സന്ദർശകർ പറയുന്നു. എരവിമംഗലത്തിൻ്റെ മനോഹരമായ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണത്. രണ്ട് ഭാഗത്തും വിശാലമായ പാടവും അതിനപ്പുറത്ത് നീലമലകളും ഒക്കെയുള്ള ഈ സ്ഥലം രാവിലെയും വൈകുന്നേരവും സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ പ്രകൃതി സ്നേഹികൾക്കും നാട്ടുകാർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മനോഹരമായ സ്ഥലമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട് അറിവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വൈഫും എല്ലാവരും കൂടെ ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നു നോക്കുമ്പോൾ അമേസിങ്, ഒരു രക്ഷയില്ല. കംപ്ലീറ്റ് നന്നായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികളും, കാരണം എക്സ്പെഷ്യലി നമ്മളുടെ ഇവിടത്തേക്കുള്ളൊരു സ്പോട്ടിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഗ്യാദർ ചെയ്യാനുള്ളൊരു സ്പോട്ടില്ല. അതിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അതുകൊണ്ടുകൂടിയായിരിക്കാം ഇഷ്ടം പോലെ ആൾക്കാർ പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്.
തോന്നിയത് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. അതുകൊണ്ട് ഇവിടെ ചായക്കടി ഇപ്പോൾ തുറന്നു. അതുകൊണ്ട് ഇപ്പോൾ ജനങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. അതായത് കുറച്ച് ലോങ്ങിൽ നിന്നുള്ളവരൊക്കെ ഇപ്പോൾ അറിഞ്ഞ് വരൽ തുടങ്ങിയിരിക്കണം. പിന്നെ പ്രകൃതി പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ്വദിച്ചിരിക്കാൻ ഈ വൈകുന്നേരം നല്ലൊരു ഭംഗിയുള്ളൊരു പ്രദേശമാണ്. സുഹൃത്തുക്കൾ കൂട്ടമായും കുടുംബമായും സമയം ചെലവഴിക്കാൻ ഇവിടെ എത്തുന്നു. ഇതിനകം അനേകം പേർ ഇവിടുത്തെ വയലോരം ചായക്കടയിലെ വിഭവങ്ങൾ രുചിച്ചറിഞ്ഞു. കഴിക്കാനും നല്ല എല്ലാ സൗകര്യങ്ങളും വരെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തമായൊരു അനുഭൂതി എന്തായാലും നിങ്ങൾക്ക് വന്ന് കഴിക്കുമ്പോൾ പിന്നെ പൊതുവെ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ പ്രകൃതിയും അതുപോലെ തന്നെ ഇവിടുത്തെ പെരുമാറ്റങ്ങളും ഒരുപാട് ഫാമിലീസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം, എല്ലാം നല്ലൊരു വ്യത്യസ്തമായ ഒരു സുഖ സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് ഇത് മാറി. അതിലുപരി നമ്മുടെ ഈ വയലോരം ഒരു കട ഇവിടെ വന്നത് പിന്നെ ജനങ്ങൾക്ക് തന്നെ ഒരു ആശ്വാസമായിക്കാണ്. നല്ല രുചിയേറുന്ന പലഹാരങ്ങളുമായിട്ടാണ് ഇവിടെ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. നല്ലൊരു അനുഭവമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യവും പാടത്തിലുള്ള ആ ഒരു ഭംഗി ആസ്വദിച്ച് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് കഴിക്കാൻ നല്ലൊരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. പുതിയ വാർഡ് നിശ്ചയപ്രകാരം പെരിന്തൽമണ്ണ നഗരസഭയിലെ 23, 24 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ഈ റോഡ് നഗരസഭ വീതി കൂട്ടി നിർമ്മിച്ചു. ഇരുവശങ്ങളിലും കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയും കെട്ടി. ഇരുമ്പ് സംരക്ഷണ വേലിയും ഇരിപ്പിടങ്ങളും സ്ഥാപിച്ചു. 25 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ നടത്തി നഗരസഭയുടെ ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റുകയായിരുന്നു. നഗരസഭയുടെ പാത്ത് വേ കം ബ്യൂട്ടി സ്പോട്ടായി നിശ്ചയിച്ച ഭാഗമാണിത്. ഉടൻ തന്നെ നാമകരണം ചെയ്യും. വെളിച്ചമില്ലാത്തത് പരിഹരിക്കാൻ അടുത്ത ദിവസം വൈദ്യുതീകരണം പൂർത്തിയാക്കും. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ പെരിന്തൽമണ്ണ ശിവക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഉപദേവനായ ഗോശാല കൃഷ്ണനാണ് പെരിന്തൽമണ്ണ ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഇതിനാൽ ക്ഷേത്രത്തിൽ ഗോപൂജ പ്രധാനമാണ്. പ്രദേശത്തെ മാമ്പള്ളി മോഹനൻ എന്നയാളുടെ പശുക്കുട്ടിയെയാണ് പൂജ നടത്തിയത്. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം ട്രസ്റ്റി പുതുവേരിമന ഭവദാസ് നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രനാഥ്, സെക്രട്ടറി സുബ്രഹ്മണ്യൻ KP തുടങ്ങിയവർ പങ്കെടുത്തു. ഗോപൂജയിലും ചടങ്ങുകളിലും പങ്കെടുക്കാൻ നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തി. ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. 1 മുതൽ 5 വരെ സമ്മാനങ്ങളും 10 പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. ഒരു മാസം മുൻകരം ഓണമായിട്ട് ഭരണസമിതി തീരുമാനിച്ച് പുതിയ വായ്പാ പദ്ധതികളും അതേപോലെ ഈ ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സമ്മാന കൂപ്പൺ, ഇടപാടുകാർക്ക് സമ്മാന കൂപ്പൺ പദ്ധതി, ഒരു മാസം നീണ്ടു നിൽക്കുന്ന സമ്മാന കൂപ്പൺ പദ്ധതി ഇന്ന് അവസാനിക്കുകയാണ്. അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഈ ഓണം വിപുലമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി കുടുംബശ്രീ അംഗങ്ങൾക്ക് 10,000 രൂപ വായ്പയും അതേപോലെ ഗോൾഡ് ലോൺ 4% ഗോൾഡ് ലോണും ഇന്നേ വരെ ബാങ്ക് നൽകി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം സമാപനം കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു നറുക്കെടുപ്പും കൂടി ബാങ്ക് ഭരണസമിതി ഇടപാടുകാർക്ക് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നറുക്കെടുപ്പ് കൂടി നടക്കുകയാണ്. ആ സന്തോഷവേളയിൽ ഈ പങ്കെടുത്ത ഈ യോഗം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആദ്യ നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഷംസുഖാന്റെ മകൻ മുസ്തഫാനെ ആദ്യം നറുക്കെടുപ്പ് പ്രോത്സാഹനം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ചെർപ്പളശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ചതാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന സമ്മാന പദ്ധതി. ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ച് മഞ്ചക്കൽ, നെല്ലായ, കാറൽമണ്ണ, തെക്കുമുറി തുടങ്ങിയ ബ്രാഞ്ചുകളിലെ ഉപഭോക്താക്കൾക്കായാണ് സമ്മാന പദ്ധതി സംഘടിപ്പിച്ചത്. 2, 3, 4, 5 സ്ഥാനങ്ങളിലായി വാൾ ഫാൻ, മിക്സി, കുക്കർ കോംബോ, അയൺ ബോക്സ് എന്നിവയും കൂടാതെ 10 പ്രോത്സാഹന സമ്മാനങ്ങളുമാണ് നൽകുന്നത്. തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നറുക്കെടുപ്പ് നടത്തി. നറുക്കെടുപ്പിൽ രഞ്ജിത്ത് പുളിക്കൽത്തൊടി 1ാം സമ്മാനത്തിനും, ശോഭ ശ്രീരാഗം 2ാം സമ്മാനത്തിനും, സുലൈമാൻ കരിമ്പുള്ളി 3ാം സമ്മാനത്തിനും, അഖിൽ ഉള്ളാട്ടിൽ 4ാം സമ്മാനത്തിനും, മുഷീന പള്ളത്ത് 5ാം സമ്മാനത്തിനും അർഹരായി. ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറയ്ക്കൽ, സെക്രട്ടറി സൗമ്യ M,
ഡയറക്ടർമാരായ രാജഗോപാൽ, ഷറഫുദ്ദീൻ, ബാലകൃഷ്ണൻ, ശങ്കരൻ, ശ്രീകല, ബിന്ദു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി കാണാം ഷോർട്ട് ന്യൂസ്. ആനമങ്ങാട് എടത്ര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി നാളിൽ ശോഭായാത്ര സംഘടിപ്പിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും സമ്പൂർണ്ണ നാരായണീയ പാരായണവും നടന്നു. ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഗോപിക ഗോപാലന്മാരുടെ ലാസ്യനടനവും നിലമ്പൂർ നാദാർച്ചന ഭജൻസ് അവതരിപ്പിച്ച ഭക്തിഗാനസുധയും തുടർന്ന് അന്നദാനവും ഉണ്ടായി. മേര യുവഭാരത് പാലക്കാടിന്റെയും അടയ്ക്കാപുത്തൂരിലെ യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ ദേശീയ ഹിന്ദി ദിനാചരണം നടത്തി. ഹിന്ദി അധ്യാപകനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ഡോക്ടർ കെ അജിത് മാരായമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ടി നീരജ് അധ്യക്ഷത വഹിച്ചു. ഹിന്ദി പ്രചാരകനും സഹകാരിയും മലബാർ സൗഹൃദ വേദി കൺവീനറുമായ ബിജുമോൻ പന്തിരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ അഞ്ജു, ക്ലബ്ബ് സെക്രട്ടറി സി രാമചന്ദ്രൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ധനേഷ് എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ ശ്രീര ഗോ 1ാം സ്ഥാനവും അപ്സര സി 2ാം സ്ഥാനവും ആദിഷ് പി 3ാം സ്ഥാനവും നേടി. ഇവർക്ക് സമ്മാനങ്ങളും നൽകി. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ മണ്ഡലം പ്രസിഡന്റ് KK സാജന്റെ അധ്യക്ഷതയിൽ DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ മൂസ പേങ്ങാട്രി, V വാസുദേവൻ, PS ജഗദീഷ് ശങ്കർ, PS രാധാകൃഷ്ണൻ, P ദിവാകരൻ, K കബീർ, KC അബ്ദുൾ റഹ്മാൻ, PP സുലൈമാൻ, K സുരേഷ് കുമാർ, P സൂര്യനാരായണൻ, K ഷമീർ, K അബ്ദുൾ ബഷീർ, K കുഞ്ഞി മുഹമ്മദ്, P ഹരിദാസൻ, P അബ്ദുൾ ഖാദർ, വത്സല തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ പോലീസ് മർദ്ദനങ്ങൾക്കെതിരെ BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂർ DYSP ഓഫീസിലേക്ക് BJP മാർച്ച്. കേരള പോലീസ് ഇന്ന് ഗുണ്ടായിസത്തിന്റെ പട്ടികയിൽ ഒന്നാമതെന്ന് BJP സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ്. ഒറ്റപ്പാലം നഗരസഭയുടെ ചില ഭാഗങ്ങളിൽ സ്ഥിരമായി കുടിവെള്ളം മുടങ്ങുന്നതിൽ പ്രതിഷേധിച്ച് കൗൺസിലർമാർ. കൗൺസിൽ യോഗത്തിലായിരുന്നു പ്രതിഷേധം. പ്രശ്നങ്ങളെ ജല അതോറിറ്റി ഗൗരവത്തോടെ കാണുന്നില്ലെന്ന് ആക്ഷേപം. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പിൽ ജനവാസ മേഖലയിൽ കാട്ടാന ചെരിഞ്ഞ സംഭവം വൈദ്യുതാഘാതമാണ് ആന ചെരിയാൻ ഇടയാക്കിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ. പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണം പുരോഗമിക്കുന്നു. കൽപ്പക ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെ റബ്ബറൈസിംഗ് തുടങ്ങി. ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണം തുടരും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സഹായഹസ്തവുമായി പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ. ഗോൾഡൻ ജൂബിലി മെഗാ ഷോയിലൂടെ ലഭിച്ച തുക വയനാട് ജില്ലാ കളക്ടറെ ഏൽപ്പിച്ചു. 14 കുട്ടികൾക്കാണ് തുക നൽകുക. വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു. നമസ്കാരം.